ഹലോ, ഇന്നിവിടെ ന്യൂഫൗണ്ട്ലാൻഡിൽ സ്നോ സ്റ്റോം ആയിരുന്നു കേട്ടോ. കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് വീഴുന്നത് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും മഞ്ഞ് വീണ ഒരു അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ. ഈ സ്റ്റോമിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുകയാണ്. എന്താകുമെന്ന് അറിയത്തില്ല, പക്ഷേ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെയൊക്കെ ചിലപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴ്ചയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും, ഹോസ്പിറ്റലിൽ തന്നെ. അപ്പം ഒരു വെടിക്കുള്ള പക്ഷി എന്ന് പറയുന്നത് പോലെ ഞാൻ കുറച്ച് എൻ്റെ ഡ്രസ്സുകളും, അതായത് അടുത്ത ദിവസത്തേക്ക് ഇടാനുള്ള യൂണിഫോം, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഒന്ന് കരുതിയിരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം വണ്ടിയൊന്നും കാണുന്നില്ല, കണ്ടോ, ഫുള്ള് സ്നോ ആയിട്ട് എല്ലാം മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിലാണ് ഞാൻ കഷ്ടപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്നോയിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് അത് കണ്ടോ, ഞാൻ എൻ്റെ എത്തുമ്പോഴത്തേക്ക് നല്ല സ്നോ ഉണ്ട്. എൻ്റെ മുട്ടിൻ്റെ മേളിൽ വരെ സ്നോ ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ അങ്ങനെ വണ്ടിയെ കയറി പോവാം. ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുള്ളതാണേ. അതായത് 12 മണിക്കൂറത്തെ യുദ്ധം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോൾ അതിനേക്കാളേറെ സ്നോ ആയിരുന്നു. നോക്ക്, നമ്മുടെ വണ്ടിയൊന്നും കാണാനേ പറ്റുന്നില്ല. നാട്ടിലൊക്കെ പിന്നെ ചാല് വെട്ടുന്ന പോലെ ഒരാൾക്ക് മാത്രം നടക്കാനുള്ള ഭാഗത്തിനെ കുറിച്ച് വഴി വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിലെത്തി.